നമസ്കാരം +1 ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററിലെ ആദ്യത്തെ കുറച്ച് ഭാഗം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണുക, അതിനുശേഷം ഈ വീഡിയോ കാണുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡൈമെൻഷൻസിനെ കുറിച്ചാണ്. ഡൈമെൻഷൻസ് അല്ലെങ്കിൽ ഡൈമെൻഷൻ അനാലിസിസ്. നമ്മൾ പഠിച്ചതാണ് എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ബേസ് ക്വാണ്ടിറ്റീസിൻ്റെ ടേംസിലാണ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ടേംസിലാണ് പഠിച്ചാണല്ലോ. ഓൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി റെപ്രസെൻറ്റ് ഇൻ ടേംസ് ഓഫ് ബേസ് ക്വാണ്ടിറ്റീസ് ഓർ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ദെൻ വിച്ച് ആർ ദ ബേസ് ക്വാണ്ടിറ്റീസ്? ലെങ്ത്, മാസ്, ടൈം ഇല്ല. ലെങ്ത്, മാസ്, ടൈം ഇതിൻ്റെ ടേംസിലാണ് നമ്മൾ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡൈമെൻഷൻസ് എന്ന് പറയുന്നത് എന്താണ്? Dimensions of a physical quantities are the powers or exponents to which the base quantities are raised to represent that quantity. മനസ്സിലായോ? അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡൈമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പവേഴ്സ് ആയിട്ട് ബേസ് ക്വാണ്ടിറ്റീസ് ഉണ്ടല്ലോ, ലെങ്ത്, മാസ്, ടൈം, ഇതാണ് ബേസ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ബേസ് ക്വാണ്ടിറ്റീസിനെ പവേഴ്സ് ഉപയോഗിച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. പവേഴ്സ് ആ ബേസ് ക്വാണ്ടിറ്റീസിനെ പവർ കൊടുത്ത് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ആ പവർ കൊടുക്കുമ്പോഴാണ് അതിനെയാണ് ഡൈമെൻഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡൈമെൻഷൻ എന്ന് പറയുന്നത് അത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഏരിയയുടെ ഇക്വേഷൻ ഏതാണ്? ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ? ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ? ഇത് രണ്ടും എന്താണ്? ലെങ്ത് തന്നെയാണ്. ലെങ്തും ബ്രെഡ്ത്തും എന്ന് പറയുന്നത് സെയിം രീതിയിലല്ല നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ലെങ്ത് തന്നെയാണ് അല്ലേ? അപ്പോൾ നമുക്കിതിനെ എഴുതാം L ഇൻറ്റു L എന്ന് എഴുതാം. ലെങ്ത് തന്നെ, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്തിൻ്റെ ടേംസിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം L ഇൻറ്റു L എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു L² എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? L² എന്ന് എഴുതാം. ദെൻ ഇതിനെ ഡൈമെൻഷനായിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏരിയനെ നമ്മൾ ഡൈമെൻഷൻ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് എഴുതും. ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അതാണ് ഡൈമെൻഷൻ. അതിന് ആ സ്ക്വയർ ബ്രാക്കറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് ഡൈമെൻഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ ഡൈമെൻഷൻ ഓഫ് എ ഏരിയ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് L². ദാറ്റ് ഈസ് എ ഡൈമെൻഷൻ ഓഫ് ഏരിയ. മനസ്സിലായില്ല? ബേസ് ക്വാണ്ടിറ്റീസ്, 3 ബേസ് ക്വാണ്ടിറ്റീസ് നമ്മൾ പറഞ്ഞു, മാസ്, ലെങ്ത്, ടൈമാണെന്ന് പറഞ്ഞു. പക്ഷേ ഏരിയയിൽ മാസും ടൈമും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം നമ്മൾ ലെങ്ത് മാത്രമേ ഉള്ളൂ ഏരിയയിൽ. അപ്പം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഇവിടെയുള്ള പവേഴ്സ് ഉണ്ടല്ലോ. അപ്പം ഈ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഹാസ് 2 ഡൈമെൻഷനിൽ ലെങ്ത്. ഏരിയയ്ക്ക് ഡൈമെൻഷൻ എത്രയാണ്? ലെങ്തിൻ്റെ 2 ആണ് ഇവിടുത്തെ അല്ലേ? പവർ 2 അല്ലേ? പവർ 2 ആണ്. അപ്പോൾ ലെങ്തിൻ്റെ ഡൈമെൻഷൻ 2 ആണ്. ഇനി ഇപ്പം മാസം ലെങ്ത് ഒന്നും ഇല്ല എന്ന് പറഞ്ഞില്ല. ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാസിൻ്റെ ലെങ്തിൻ്റെ ടേമിലും റെപ്രസെൻ്റ് ചെയ്യാം. അങ്ങനെ എഴുതുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാസ് എത്രയാണ്? മാസിൻ്റെ വാല്യൂ ഇല്ലല്ലോ, 0 ആണ്. അപ്പം m⁻⁴ എന്ന് എഴുതാം. ദെൻ L⁻²2 എന്ന് എഴുതാം. T⁻, ടൈമും ഇല്ലല്ലോ, 0. അപ്പം ദിസ് ഈസ് എ ഡൈമെൻഷണൽ ഫോർമുല ഓഫ് എ ഏരിയ. ഒരു ഫോർമുലയായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ഏരിയയുടെ ഒരു ഡൈമെൻഷൻ ഫോർമുലയായിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? മാസും ലെങ്തും ടൈമും ഉണ്ടായിരിക്കണം. മാസിൻ്റെ വാല്യൂ 0, m⁻⁴ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 അല്ലേ? ഒരു വാല്യൂ a⁻⁴ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 അല്ലേ? അപ്പോൾ അതേ രീതിയിൽ തന്നെ m⁻⁴ എന്ന് പറഞ്ഞാൽ 1 ആണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ അങ്ങനെ എഴുതാത്തത്. അതൊരു ഫോർമുലയായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡൈമെൻഷണൽ ഫോർമുല എന്ന് പറയുമ്പോൾ നമ്മളവിടെ മാസും ലെങ്തും ടൈമും റെപ്രസെൻ്റ് ചെയ്തിരിക്കണം. അത് വാല്യൂ ഇല്ല എങ്കിൽ അതിനെ 0 വെച്ച് റെപ്രസെൻ്റ് ചെയ്യുക. മനസ്സിലല്ലോ? അപ്പോൾ ഇതിനെയാണ്, ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡൈമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പവേഴ്സ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു, അതിനെയാണ് ഡൈമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ഡൈമെൻഷൻസ് ഓഫ് എ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് എ ഡൈമെൻഷൻ ഓഫ് ഏരിയ. അത് മാസും ടൈമിൽ റെപ്രസെൻ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഒരു ഫോർമുലയായിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഡൈമെൻഷൻ ഓഫ് എ ഏരിയ എന്ന് പറയുന്നത് L². ഇനി നമുക്ക് വേറെണ്ണത്തിന് ഡൈമെൻഷൻ നോക്കാം. വെലോസിറ്റിയുടെ നോക്കാം. നമുക്കറിയാം വെലോസിറ്റി ഏതാണ്? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഡൈമെൻഷൻസ് ഓഫ് എ വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഡൈമെൻഷൻസ് ഓഫ് എ വെലോസിറ്റി V. ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലെങ്ത് തന്നെയല്ല. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? L എന്ന് എഴുതാം. ദെൻ ടൈമിൻ്റെ ഡൈമെൻഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് T ആണ്. അപ്പം L/T എന്ന് എഴുതും. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ L ഇവിടെ തന്നെ ഉണ്ട്, T ഡിനോമിനേറ്ററിൽ കിടക്കുന്നത്. അപ്പം L-ൻ്റെ പവർ 1 തന്നെയാണ്, T ഡിനോമിനേറ്ററിൽ കിടക്കുന്നു, T-യുടെയും പവർ 1 തന്നെയാണ്. അത് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ എങ്ങനെ എഴുതും? LT⁻, ഇവിടെ 1 അല്ല, അപ്പം -1 എന്ന് വരും. മനസ്സിലായല്ലോ? L⁻1, T⁻1. L⁻1 എന്നുള്ളത് നമ്മൾ 1 ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം ദിസ് ഈസ് എ ഡൈമെൻഷൻ ഓഫ് വെലോസിറ്റി LT⁻⁻1. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നിനും ഡൈമെൻഷനും കണ്ടുപിടിക്കുന്നത്.
ക്ലിയർ ആയല്ലോ? ഇനി ഒരു ആക്സിലറേഷൻ നോക്കാം. ആക്സിലറേഷൻ, ഡയമെൻഷൻ ഓഫ് ആക്സിലറേഷൻ. നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? വെലോസിറ്റി ബൈ ടൈം ആണല്ലോ. വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം വെലോസിറ്റി ഡയമെൻഷൻ നമുക്കിവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഏതാണ്? LT⁻⁻1 അല്ലേ? LT⁻⁻1 ഇതാണ് വെലോസിറ്റിയുടെ ഡയമെൻഷൻ. ദെൻ ഡിവൈഡ് ബൈ ടൈം, then that is equal to ഇവിടെ LT⁻⁻1. ദെൻ അതുപോലെ തന്നെ ഇവിടെ T⁻1 അല്ലേ, ഡിനോമിനേറ്ററിലാണ് നടക്കുന്നത്, മേളിലേക്ക് പോകുമ്പോൾ T⁻⁻1 എന്ന് വരും. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ എങ്ങനെ എഴുതാം? L ഉണ്ട്, ഇവിടെ ഒരു T⁻⁻1 ഉണ്ട്, ഇവിടെ ഒരു T⁻⁻1 ഉണ്ട്, അത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയല്ലോ. അപ്പോൾ എങ്ങനെ എഴുതാൻ സാധിക്കും? T⁻⁻2 എഴുതാമല്ലോ. T⁻⁻2 എന്ന് എഴുതാം. ഇതെങ്ങനെയാണ് വന്നതെന്നറിയാമല്ലോ, അത് A⁻m × A⁻m+n അല്ലേ? ഈ ഒരു ഇതുണ്ടല്ലോ, ആ രീതിയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. A⁻m × A⁻m+n അതിനോടൊപ്പം LT⁻⁻2. അപ്പം ഡയമെൻഷൻ ഓഫ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? LT⁻⁻2. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഡയമെൻഷൻസ് നിങ്ങൾ കാണാൻ പഠിച്ചിരിക്കുക കേട്ടോ. അപ്പം വെലോസിറ്റിയുടെ ആക്സിലറേഷൻ്റെ ഒക്കെ ഒന്ന് കാണാൻ പഠിച്ചിരിക്കുക. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ LT⁻⁻1 ആണ്, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ LT⁻⁻2. അങ്ങനെ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെയും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പം ഡെൻസിറ്റി നമുക്ക് നോക്കാം. ഡെൻസിറ്റിയുടെ ആണെന്നുണ്ടെങ്കിൽ, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണല്ലേ. ഡെൻസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് മാസ് ബൈ വോളിയം ആണ്. അപ്പോൾ നമുക്ക് എഴുതാം, മാസിൻ്റെ ഡയമെൻഷൻ ഏതാണ്? ക്യാപിറ്റൽ M ആണ്. ദെൻ വോളിയം എന്ന് പറഞ്ഞിരിക്കുന്നത് L³ ആണ്. അപ്പോൾ നമുക്ക് L³ എന്ന് എഴുതാം. വോളിയത്തിൻ്റെ ഡയമെൻഷൻ L³ എന്ന് എഴുതാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു mL⁻⁻3. mL⁻⁻3 ഇതാണ് ഡയമെൻഷൻ ഓഫ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ mL⁻⁻3. ദെൻ അതുപോലെ തന്നെ ഡയമെൻഷണൽ ഇക്വേഷൻ ഉണ്ട്. ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി അതിൻ്റെ ഡയമെൻഷനുമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം സപ്പോസ് ഇതൊക്കെ ഇപ്പം ആക്സിലറേഷൻ എന്ന് വെച്ചാൽ LT⁻⁻2 ആണല്ലോ. അപ്പോൾ അതിനെ നമ്മൾ ഡയമെൻഷണൽ ഇക്വേഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ എഴുതുക. ദെൻ മാസിൻ്റെ ഇല്ലല്ലോ, അപ്പോൾ മാസിന് നമ്മൾ m⁻0 എന്ന് കൊടുക്കാം, L⁻⁻2. അപ്പോൾ ഇതാണ് ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ദീസ് ആർ ദ ഡയമെൻഷൻ ആൻഡ് ദ ഡയമെൻഷൻ അനാലിസിസ്. അതുപോലെ തന്നെ ചില ക്വാണ്ടിറ്റീസ് നിന്നും ഡയമെൻഷനിൽ, അതായത് നമ്പേഴ്സ് വരുവാണ്, കോൺസ്റ്റൻസ്. ഇപ്പം നമ്മൾ ഓരോ ഇക്വേഷനൊക്കെ എഴുതുമ്പോൾ അതിൻ്റെ ഓരോ കോൺസ്റ്റൻ്റ് ഒക്കെ കാണുമല്ലോ, അതിനൊന്നും ഡയമെൻഷൻ ഇല്ല. ആംഗിള് ഒക്കെ ഉണ്ടല്ലോ, ആംഗിള് അതുപോലെ തന്നെ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനൊന്നും എന്താണ് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ആംഗിള്, റേഷ്യോസ്, നമ്പേഴ്സ്, കോൺസ്റ്റൻസ് ഇതിനൊന്നും ഡയമെൻഷൻ ഇല്ല. അതെല്ലാം ഡയമെൻഷൻലെസ് ആണ്. നമുക്ക് കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ എന്ന് എഴുതാം. നമ്മൾ പറഞ്ഞ തന്നെ എഴുതാം. ദാറ്റ് ഈസ് ആദ്യമേ നമ്മൾ ഏരിയ അല്ലേ, ഏരിയ ഏതാണ്? L² ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എങ്ങനെ എഴുതാം? m⁻0 L² T⁻0 എന്ന് എഴുതാം. ദെൻ വോളിയം ആണെങ്കിലോ, വോളിയം ആണെന്നുണ്ടെങ്കിൽ L³ ആണല്ലോ വോളിയം എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് m⁻0 L⁻3 T⁻0 എന്ന് എഴുതാം. ദെൻ വെലോസിറ്റി ആണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പം അവിടെ മാസ് ഇല്ല, അപ്പോൾ മാസിൻ്റെ വാല്യൂ 0 ആണ്. മാസ് 0 എന്ന് എഴുതുന്നു. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം L ആണ്. ദെൻ ടൈം ഉണ്ട്, LT⁻⁻1 വരും. വെലോസിറ്റി, ആക്സിലറേഷനോ മാസ് അവിടെ 0 ആണ്. ലെങ്ത് ഉണ്ട്. ദെൻ LT⁻⁻2 കേട്ടോ. LT⁻⁻2 നമ്മൾ എഴുതുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. വെലോസിറ്റി ബൈ ടൈം ആണ്, അതെടുക്കുക. ദെൻ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ മാസ് ബൈ വോളിയം ആണ്. അപ്പം മാസ് അവിടെയുണ്ട്, m1. ദെൻ വോളിയം എന്ന് പറയുമ്പം L⁻⁻3, മാസ് ബൈ വോളിയം ആണ്. അപ്പം മേളിലോട്ട് പോകുമ്പോൾ L⁻⁻3. ദെൻ T⁻0. ദെൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് എന്ന് വെച്ചാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഫോഴ്സിൻ്റെ ഇക്വേഷൻ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ദെൻ മാസ് എന്ന് പറയുമ്പം ക്യാപിറ്റൽ M, ആക്സിലറേഷൻ നമ്മളിവിടെ കണ്ടായിരുന്നു എന്താണ്? LT⁻⁻2 ആണ്. ദെർഫോർ mL⁻⁻2. ദിസ് ഈസ് എ ഡയമെൻഷൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് മാത്രമാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്കറിയാവുന്ന ഇക്വേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഇക്വേഷൻസ് ഒക്കെ ഏത് ഇക്വേഷനിൽ നമ്മൾ ഉപയോഗിക്കുക, അതിൽ കോൺസ്റ്റൻ്റ് ഒന്നും കൊടുക്കേണ്ടെന്ന് മാത്രം. ബാക്കിയുള്ള എല്ലാ ടേംസിലും മാസ്, ലെങ്ത്, ടൈം എന്നുള്ള ആ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഡയമെൻഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അത്യാവശ്യം ഇത്രയും എണ്ണത്തിൻ്റെങ്കിലും ഒന്ന് കാണാതെ പഠിച്ചു വെച്ചിരിക്കുക.
അപ്പോൾ മനസ്സിലായല്ലോ ഡയമെൻഷൻ എന്താണെന്നുള്ളത്. എന്താണ്? ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ദ പവേഴ്സ് ടു വിച്ച് ദ ബേസ് ക്വാണ്ടിറ്റീസ് ആർ റേസ്ഡ് ടു റെപ്രസെൻറ്റ് ദാറ്റ് ക്വാണ്ടിറ്റി. ദാറ്റ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അത് മാസ്, ലെങ്ത്, ടൈം അതിൻ്റെ ടേംസിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം. ഡയമെൻഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഓർക്കേണ്ട ഒരു കാര്യം, കോൺസ്റ്റൻസ്, അതായത് കോൺസ്റ്റൻറ്റ് വാല്യൂ, നമ്പേഴ്സ്, അതുപോലെ തന്നെ ആംഗിൾസ്, ടെക്നോമെട്രി റേഷ്യോസ്, ഇതിനൊന്നും ഡയമെൻഷൻ ഇല്ല. അതൊരു ഇക്വേഷനുമായിട്ട് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറയും. അപ്പം ഡയമെൻഷൻ അനാലിസിസ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പം ഇനി ഈ ഡയമെൻഷൻ അനാലിസിസിന് ചില യൂസസുകളുണ്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷൻ അനാലിസിസ്. പ്രധാനമായിട്ടും 2 ആപ്ലിക്കേഷനാണുള്ളത്. ഒന്നാമത്തേന്ന് പറഞ്ഞിരിക്കുന്നത് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ തരികയാണ്, ആ ഇക്വേഷൻ ശരിയാണോ ഇല്ലയോ എന്നൊന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അതാണ് ആദ്യത്തെ ഉപയോഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഡയമെൻഷൻസ് ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ യൂസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ടു ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ എന്താണ് എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുക. ഈ ഡയമെൻഷൻ അനാലിസിസ് അല്ലെങ്കിൽ ഡയമെൻഷൻസ് ഉപയോഗിച്ചിട്ട് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഒരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ ഈ 2 യൂസസ് ആണ് ഡയമെൻഷൻ അനാലിസിസ് ഉള്ളത്. അതായത് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ, സെക്കൻഡ് വൺ ടു ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്ക് ആദ്യമേ നോക്കാം ഒരു ഇക്വേഷൻ കറക്റ്റാണ്. അതായത് ആദ്യത്തെ യൂസ് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. അപ്പം ഇത് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രിൻസിപ്പിൾ അറിഞ്ഞിരിക്കണം. അതായത് ഹോമോജീനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. ഹോമോജീനിറ്റി പ്രിൻസിപ്പിൾ, ആ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ അവിടെ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ ഇല്ലയോ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആൻ ഇക്വേഷൻ റെപ്രസെൻറ്റിങ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിൽ ബി കറക്റ്റ് ഇഫ് ദ ഡയമെൻഷൻ ഓഫ് ഈച്ച് ടേം ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ ഇക്വേഷൻ ആർ സെയിം. എന്നിട്ട് പറയാം, ആൻ ഇക്വേഷൻ റെപ്രസെൻറ്റിങ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിൽ ബി കറക്റ്റ് ഇഫ് ദ ഡയമെൻഷൻ ഓഫ് ഈച്ച് ടേം ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ ഇക്വേഷൻ ആർ സെയിം. അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ ഇക്വേഷനിലെ 2 സൈഡ് ഉണ്ടല്ലോ, ഇക്വേഷൻ ആകുമ്പോൾ 2 സൈഡ് ഉണ്ട്. ആ 2 സൈഡിലെ ഓരോ ടേംസിൻ്റെയും ഡയമെൻഷൻ അവിടെ സെയിം ആയിരിക്കണം. അതാണ് ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ. അപ്പോൾ ആ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ ഒബേ ചെയ്താൽ മാത്രമുള്ള ഒരു ഇക്വേഷൻ അവിടെ കറക്റ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡയമെൻഷൻ ഉപയോഗിച്ചിട്ട് ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് ഈ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ്. മനസ്സിലായല്ലോ? നമുക്കൊരു ഇക്വേഷൻ, നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ എടുക്കാം. അതായത് ഇക്വേഷൻസ് ഓഫ് മോഷനിൽ നമ്മൾ v = u + at, ഇതൊരു ഇക്വേഷൻ ആണല്ലോ, പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പം ഈ ഇക്വേഷൻ ഇതൊരു ഇക്വേഷനാണ്, നമുക്കറിയാം ഒരു ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ ഇല്ലയോ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് അത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാം. എന്താണ് ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞിരിക്കുന്നത്? ഒരു ഇക്വേഷനിലെ 2 സൈഡിലെയും ഓരോ ടേംസിൻ്റെയും ഡയമെൻഷൻ അവിടെ സെയിം ആയിരിക്കണം. എങ്കിലുള്ള ആ ഇക്വേഷൻ അവിടെ കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, കറക്റ്റാണെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ ടേംസിൻ്റെ ഡയമെൻഷൻ എടുക്കാം. v എന്ന് പറഞ്ഞിരിക്കുന്ന വെലോസിറ്റി ആണ്, u എന്ന് പറഞ്ഞിരിക്കുന്ന v ഫൈനൽ വെലോസിറ്റി, u ഇനീഷ്യൽ വെലോസിറ്റി, a ആക്സിലറേഷൻ, t ടൈമാണ്. അപ്പോൾ v എന്ന് പറഞ്ഞിരിക്കുന്ന വെലോസിറ്റി ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഏതാണ്? നമ്മൾ കണ്ടായിരുന്നു, ഏതാണ്? Lt⁻⁻1 കേട്ടോ. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റീസിൻ്റെ നിങ്ങൾ ഡയമെൻഷൻ ഒന്ന് കാണാതെ പഠിച്ചു വെക്കും കേട്ടോ. Lt⁻⁻1 ആണ് വെലോസിറ്റിയുടെ ഡയമെൻഷൻ, Lt⁻⁻1. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് u എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? u വെലോസിറ്റി തന്നെയല്ല, അപ്പം അതും Lt⁻⁻1. ഓക്കെ, പ്ലസ് ദെൻ എ എന്ന് വെച്ചാൽ എന്താണ്? ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ ഡയമെൻഷൻ ഏതാണ്? Lt⁻². Lt⁻² ആണ് ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ. ദെൻ ടൈമിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ T. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് ഇവിടെ ഒന്നും ചെയ്യാനില്ല, Lt⁻⁻1 തന്നെ, പ്ലസ് ഇവിടെ എന്ത് വരും? L ഉണ്ട്, ഇവിടെ ഒരു -t ഉണ്ട്, ഇവിടെ ഒരു t ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാൻ സാധിക്കും? -1 നമ്മൾ a⁻m × a⁻n എന്ന് പറഞ്ഞിരിക്കുന്ന ഫോമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. a⁻m × a⁻n എന്ന് പറഞ്ഞിരിക്കുന്നത് a⁻m × a⁻n, ദാറ്റ് ഈസ് a⁻m + n എന്ന് നമുക്ക് എഴുതാം. അപ്പം എങ്ങനെ എഴുതാം? Lt⁻, ഇവിടെ -2, ഇവിടെ +1, -2 + 1 എന്ന് പറയുമ്പോൾ -1 തന്നെ. മനസ്സിലായല്ലോ? ഇവിടെ ലെഫ്റ്റ് സൈഡ് ഏതാണ്? Lt⁻⁻1. നോക്കിക്കേ, 2 സൈഡിലെയും ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ സെയിം അല്ലേ? ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് ടേം ഡയമെൻഷൻ ഇത്, റൈറ്റ് സൈഡിലെ ഫസ്റ്റ് ടേമിൻ്റെ ഡയമെൻഷൻ ഇത്, സെക്കൻഡ് ടേമിൻ്റെ ഡയമെൻഷൻ ഇത്, അത് മൂന്നും സെയിം അല്ലേ? ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ ഇവിടെ ഒബേ ചെയ്തല്ലോ. അപ്പോൾ എന്ത് പറയാം? ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റാണെന്ന് നമുക്ക് പറയാം.
ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡയമെൻഷൻ ഉപയോഗിച്ച് ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ചിലപ്പം ചോദിക്കാറുണ്ട് കേട്ടോ, ഒരു ഇക്വേഷൻ തന്നിട്ട് അത് ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ക്ലിയർ ആയല്ലോ? വേറെ ഇക്വേഷൻ എടുക്കാം. ഇതിൻ്റെ തന്നെ ഇക്വേഷൻ ഓഫ് മോഷനിൽ S ഈസ് ഈക്വൽ ടു U2 പ്ലസ് ഹാഫ് AT എന്ന് പറഞ്ഞു, AT സ്ക്വയർ അല്ലേ? ഇത് നമുക്ക് നോക്കാം. S എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. U വെലോസിറ്റി, T ടൈം, A ആക്സിലറേഷൻ, T സ്ക്വയർ, T എന്ന് വെച്ചാൽ ടൈം തന്നെ. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. S എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് അല്ല, അപ്പോൾ എന്താണ്? ലെങ്ത് ആണല്ലോ. അപ്പം ഇവിടെ നമുക്ക് എഴുതാം L എന്ന് എഴുതാം, ലെങ്ത് ആണ്. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു U എന്ന് വെച്ചാൽ വെലോസിറ്റി ഇല്ലേ, ദെൻ LT റേസ് ടു -1. ദെൻ ടൈം ഇവിടെയുണ്ട്, ടൈമിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ T. ദെൻ പ്ലസ് ഹാഫ്. നമ്മൾ പറഞ്ഞായിരുന്നു കോൺസ്റ്റൻസിനൊന്നും, നമ്പേഴ്സ് കോൺസ്റ്റൻസിന് അതിനൊന്നും ഡയമെൻഷൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹാഫിന് 1/2 ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല, അതിന് ഡയമെൻഷൻ ഇല്ല. ദെൻ ആക്സിലേഷൻ ഡയമെൻഷൻ നമ്മൾ കണ്ടായിരുന്നു, LT റേസ് ടു -2 ആണ്. ദെൻ ഇവിടെ T സ്ക്വയർ ഉണ്ട്. അപ്പം ടൈമിൻ്റെ ഡയമെൻഷൻ T സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ L, ദെൻ T, ഇവിടെ T റേസ് ടു -1, ഇവിടെ ഒരു +1 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? +1 -1 വരുമ്പോൾ ക്യാൻസൽ ആയപ്പം LT റേസ് ടു 0 എന്ന് വരും അല്ലേ? LT റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? അല്ലെങ്കിൽ LT റേസ് ടു 0 നമുക്ക് ഇവിടെ എഴുതാം. LT റേസ് ടു 0 പ്ലസ് നോക്കുക L, ദെൻ ഇവിടെ T റേസ് ടു -2 ഇൻറ്റു T റേസ് ടു +2 ആണ്. അപ്പം അവിടെയും LT റേസ് ടു 0 നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു L T റേസ് ടു 0 1 തന്നെയല്ലേ? അപ്പോൾ നമുക്ക് L തന്നെ എഴുതാം. L ഇവിടെ T റേസ് ടു 0 ഇത് തന്നെ. അപ്പം മനസ്സിലായല്ലോ? അപ്പം രണ്ട് സൈഡിലും സെയിം ആയി അല്ലേ? അപ്പം നമ്മൾ ഡയമെൻഷൻ ഫോർമുലയായിട്ട് എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതാം? M റേസ് ടു 0 L T റേസ് ടു 0 L റേസ് ടു 1 T റേസ് ടു 0 ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലും അതുപോലെ തന്നെ M0 L റേസ് ടു 1 T റേസ് ടു 0 പ്ലസ് M0 L റേസ് ടു 1 T റേസ് ടു 0. മനസ്സിലായല്ലോ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് നമുക്ക് ഈ ഡയമെൻഷൻ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഏതൊരു ഇക്വേഷൻ എടുത്ത് ചെക്ക് ചെയ്യാൻ സാധിക്കും. നമുക്കറിയാവുന്ന ഏതൊരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടും നമുക്ക് ഇതേ രീതിയിൽ ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ല എങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് രണ്ടാമത്തെ യൂസ് നോക്കാം. ദാറ്റ് ഈസ് ടു ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ എക്സ്പ്രഷൻ നമുക്ക് ഡിറൈവ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മളൊരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് കാണാൻ, പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം, അത് നമുക്കൊന്ന് ഡിറൈവ് ചെയ്യാം. സിമ്പിൾ പെൻഡുലം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഓർക്കുക, സിമ്പിൾ പെൻഡുലം എന്ന് വെച്ചാൽ ഒരു ചെറിയ ബോബ് ഉണ്ടായിരിക്കും. ആ ബോബിലൊരു നൂല് കെട്ടി ഹാങ് ചെയ്തിടുന്നതാണ് സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിങ്ങനെ ആ ബോബ് നമ്മൾ വലിച്ച് പിടിച്ച് വിട്ട് കഴിയുമ്പോൾ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യും. ആ ഓസിലേഷൻ എടുക്കുന്ന സമയം, അതിൻ്റെ ടൈം പീരീഡാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഈ സിമ്പിൾ പെൻഡുലം ഓർത്തിരിക്കുക കേട്ടോ, സെക്കൻഡ് ഇയറിൽ പ്രാക്ടിക്കൽ ചെയ്യാനുള്ളതാണ്. അപ്പം അതിൻ്റെ ആ ഓസിലേറ്റ് ചെയ്യുന്നതിൻ്റെ ടൈം പീരീഡിൻ്റെ എക്സ്പ്രഷൻ, ടൈം പീരീഡ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പം ടു ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ എന്താണ് ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. മനസ്സിലായല്ലോ? ദെൻ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ലെങ്ത് ഓഫ് ദി പെൻഡുലം, മാസ് ഓഫ് ദി ബോബ് ആൻഡ് ദ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആ ടൈം പീരീഡ്, ആ സിമ്പിൾ പെൻഡുലത്തിലെ ഓസിലേഷൻ്റെ ടൈം പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ടൈം പീരീഡിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ T വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ലെങ്ത് ഉണ്ട്, അതിൻ്റെ ആ പെൻഡുലത്തിൻ്റെ ലെങ്ത് ഉണ്ട്, അതുപോലെ തന്നെ മാസ് ഉണ്ട്, അതുപോലെ തന്നെ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട്. മനസ്സിലല്ലോ? അപ്പം ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, നമുക്ക് വേണമെങ്കിൽ എഴുതാം, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്, മാസ് ആൻഡ് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ഇക്വേഷൻ എഴുതാം. അല്ലെങ്കിൽ നമുക്കിപ്പം ഇതിനെ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റൻറ്റ് കുടിക്കാം. അപ്പം K എന്ന് എഴുതാം, K ഇൻറ്റു L mg എന്ന് എഴുതാം. പക്ഷേ നമ്മൾ ഡയമെൻഷൻ്റെ കേസിലല്ലേ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിനെ പവേഴ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ലെങ്തിൻ്റെ പവർ A ആയിട്ട് കൊടുക്കാം, മാസിൻ്റെ പവർ നമുക്ക് B ആയിട്ട് കൊടുക്കാം, അതുപോലെ തന്നെ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ പവർ C ആയിട്ട് കൊടുക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എഴുതാൻ സാധിക്കും. then നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ എടുക്കാം. നമ്മൾ ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ചിട്ടല്ലേ ഇക്വേഷൻ ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ടൈം പീരീഡിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ T ആണ്. K എന്ന് വെച്ചാൽ കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റ് ഡയമെൻഷൻ ഇല്ല നമ്മൾ പറഞ്ഞു. ദെൻ ലെങ്തിൻ്റെ ഡയമെൻഷൻ എടുത്തു ക്യാപിറ്റൽ A. ദെൻ പവർ A നമ്മൾ എഴുതി അതിൻ്റെ പവർ കൊടുത്തു.
ദെൻ നമുക്കിനി ഓരോന്നിൻ്റെ ഡയമെൻഷൻ എടുക്കാം. നമ്മൾ ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ചിട്ടാണല്ലോ ഇക്വേഷൻ ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പം ടൈമിൻ്റെ ഡയമെൻഷൻ എടുക്കാം. ക്യാപിറ്റൽ ടി ആണ്. കെ എന്ന് വെച്ചാൽ കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അതിന് ഡയമെൻഷൻ ഇല്ല നമ്മൾ പറഞ്ഞു. ദെൻ ലെങ്തിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എൽ, ദെൻ പവർ ഇവിടെ എ കൊടുത്തു. ദെൻ മാസിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എം, അതിൻ്റെ പവർ നമ്മൾ ബി എന്ന് കൊടുത്തു. ദെൻ ജി എന്ന് വെച്ചാൽ അതാണ് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്, അത് ആക്സിലേഷൻ തന്നെയല്ലേ. അപ്പോൾ ആക്സിലേഷൻ ഡയമെൻഷൻ നമുക്ക് കൊടുക്കാം. ദാറ്റ് ഈസ് LT⁻², അതിൻ്റെ പവർ സി ആണ്. മനസ്സിലായല്ലോ. ഇനി നമുക്കിതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. അതായത് ഇവിടെ L⁻A ഉണ്ട്, ഇവിടെ L⁻C ഉണ്ട്. അപ്പോൾ അതിനെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇത് L⁻A × L⁻C, അതായത് A⁻M × A⁻N നമ്മൾ പറഞ്ഞായിരുന്നു, A⁻M+N ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതേ രീതിയിൽ എഴുതാം. ദാറ്റ് ഈസ് L⁻, ഇവിടെ A + C എന്ന് എഴുതാം. മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ഇവിടെ എമ്മിൻ്റെ ഡയമെൻഷൻ ഉണ്ട്, M⁻B ആണ്. ദെൻ ടി നോക്കുക, ടൈമിന് നോക്കുക. ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് A⁻M × A⁻N എന്ന രീതിയിലാണ് ഇവിടെ കിടക്കുന്നത്. A⁻M × A⁻N ആണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? A⁻M × N ആണ്. മനസ്സിലല്ലോ. അപ്പോൾ ആ രീതിയിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ -2 × C എന്ന് എഴുതാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്താണ്? ടൈമിൻ്റെ ഡയമെൻഷൻ ആണ്. എമ്മും മാസും ലെങ്തും എങ്ങനെയാണ്? 0 ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ എഴുതായിരുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ M⁻0, L⁻0, T⁻1 എന്ന് എഴുതാമല്ലോ. ഇനി നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും മാസിൻ്റെയും ലെങ്തിൻ്റെയും ടൈമിൻ്റെ ഡയമെൻഷൻ ഉണ്ടല്ലോ, അതിനെ ഒന്ന് ഇക്വേറ്റ് ചെയ്യുക. മാസിൻ്റെയും ലെങ്തിൻ്റെയും ടൈമിൻ്റെയും ഡയമെൻഷൻസ് രണ്ട് സൈഡിലുള്ളത് നമ്മളൊന്ന് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം നോക്കുക മാസിൻ്റെ ഡയമെൻഷൻ. ഇവിടെ നോക്കുക, ഇവിടെ 0 ആണ്, ഇവിടെ B ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡയമെൻഷൻസ് മാത്രമാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. അപ്പം B = 0 നമുക്ക് എഴുതാമല്ലോ. മാസിൻ്റെ ഡയമെൻഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ B = 0 എന്ന് എഴുതാം. ദെൻ അതുപോലെ തന്നെ ലെങ്തിൻ്റെ നോക്കുക. ലെങ്ത് എന്ന് പറയുമ്പം ഇവിടെ ഒരു ലെഫ്റ്റ് സൈഡ് L⁻0 ആണ്, ഇവിടെ L⁻A+C ആണ്. അപ്പം ഡയമെൻഷൻ ഇവിടെ പറയുമ്പോൾ A+C ആണ്. അപ്പോൾ നമുക്കിവിടെ എഴുതാം A+C = 0. ഇവിടെ ലെഫ്റ്റ് സൈഡ് 0 അല്ല, അത് ഇക്വേറ്റ് ചെയ്തു. ദെൻ അതുപോലെ തന്നെ ടൈമിൻ്റെ നോക്കുക. ഇവിടെ ടൈം എന്ന് പറയുമ്പം ഇവിടെ 1 ഉണ്ട്, ഇവിടെ -2C ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ -2C = 1 എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ. ഇനി ഇത് നോക്കുക, ഈ ഇതുണ്ടല്ലോ -2C = 1 എന്ന് എഴുതി. ഇതിൽ നമുക്ക് C = -1/2 എന്ന് എഴുതാമല്ലോ. അതായത് ഈ മൈനസ് ഇപ്പുറത്തേക്ക് വന്നു, ദെൻ 1 ഓൾറെഡി അവിടെ ഉണ്ട്, -1/2. C = -1/2 എന്നുണ്ട്. ഈ സിയുടെ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? A പ്ലസ് ഇവിടെ -1/2 ആണ്. അപ്പം -1/2 = 0. അപ്പോൾ ഇവിടുത്തെ പ്ലസും മൈനസും കൂടെ വരുമ്പം മൈനസ് ആവും. ദെർഫോർ A = അപ്പുറത്തേക്ക് വരുവാണെന്ന് A = 1/2. അപ്പം എയുടെ വാല്യൂ 1/2 എന്ന് കിട്ടി, ബിയുടെ വാല്യൂ 0 ആണ്, സിയുടെ വാല്യൂ -1/2 എന്ന് കിട്ടി. മനസ്സിലായല്ലോ. ABC അതാണല്ലോ ഇവിടുത്തെ ഡയമെൻഷൻ. ABC ആണ് നമ്മൾ ആദ്യമേ ഡയമെൻഷൻ കൊടുത്തത്. അപ്പം ആ 3 വാല്യൂസ് നമുക്ക് കിട്ടി. എയുടെ വാല്യൂ 1/2 എന്ന് കിട്ടി, ബിയുടെ വാല്യൂ 0 കിട്ടി, സിയുടെ വാല്യൂ 1/2 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷനിലേക്ക് ആ ഡയമെൻഷൻ ഓരോന്നിനും ABCയുടെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ദാറ്റ് ഈസ് T = K × L. L⁻A ആണ്. എയുടെ വാല്യൂ നമുക്കിവിടെ എത്ര കിട്ടി? 1/2 എന്ന് കിട്ടി. അത് നമ്മൾ കൊടുക്കുക. 1/2 എന്ന് കൊടുത്തു. ദെൻ അടുത്തത് M⁻B. ബിയുടെ വാല്യൂ 0 ആണ്. ദെൻ G⁻C. സിയുടെ വാല്യൂ നമുക്കിവിടെ കിട്ടി -1/2 എന്ന് കിട്ടി. -1/2 എഴുതാമല്ലോ. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു, അതായത് T = K × ഈ L⁻1/2 എന്ന് വെച്ചാൽ നമുക്ക് സ്ക്വയർ റൂട്ടായിട്ട് എഴുതാമല്ലോ അല്ലേ. ദാറ്റ് ഈസ് എഴുതാം √L എന്ന് എഴുതാം. ദെൻ M⁻0 എന്ന് പറഞ്ഞാൽ എത്രയാണ് വാല്യൂ? 1 അല്ലല്ലേ. ഒരു വാല്യൂവിൻ്റെ പവർ 0 ആവുകയാണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും അവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് M⁻0 എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് 1 എന്ന് തന്നെ എഴുതാം. ദെൻ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? G⁻−1/2 ആണ്. അപ്പം √1/2 എന്ന് എഴുതാം. പക്ഷേ മൈനസ് ആയതുകൊണ്ട് -1/2 ആണ് നമുക്ക് താഴെ എഴുതാം. G എന്ന് എഴുതാം. √G 1/2 എന്ന് എഴുതി. ക്ലിയർ ആയല്ലോ. ദെൻ ദാറ്റ് ഈസ് T = K × √L/G. T = K × √L/G. അപ്പോൾ മനസ്സിലായി. T = K × L/G. ഈ കെയുടെ വാല്യൂ വേറെ ചില മെത്തേഡ്സുകൾ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനല്ല, അതൊന്ന് ഓർത്തിരിക്കുക. K എന്ന് പറഞ്ഞിരിക്കുന്നത് 2π ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ദാറ്റ് ഈസ് T = 2π × L/G, √L/G എന്ന് പറയും.
This is a time period of a oscillation of a simple pendulum. Time period of oscillation of a simple pendulum. Equation. Simple pendulumത്തിന്റെ ഓസിലേഷൻ്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷനാണ് T is equal to 2 pi into root of L by G. 2 pi എന്ന് വെച്ചാൽ കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. അതിൻ്റെ ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്. 2 ഇൻറ്റു പൈയുടെ വാല്യൂ 3.14 അല്ല. അപ്പോൾ അതാണ് 2 pi എന്ന് പറഞ്ഞിരിക്കുന്നത്. അതേ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് L by G. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഡയമെൻഷൻ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. അപ്പം രണ്ട് യൂസസ് ആണ് ഡയമെൻഷനുള്ളത്. ഡയമെൻഷൻ അനാലിസിസിൻ്റെ രണ്ട് യൂസസ് ഏതൊക്കെയാണ്? ഒന്ന് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ. ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ എങ്ങനെയാണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്തിനൊക്കെയാണോ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ചിട്ട് എന്താണ് അതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഈ ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ചിട്ട് ഡിറൈവ് ചെയ്യാൻ സാധിക്കും. ഇതും ചിലപ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ, ഈ ഒരു ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. അപ്പോൾ ഇത് ചിലപ്പം ചോദിച്ച് കാണാറുണ്ട്. നിങ്ങൾക്ക് ഡെറിവേഷൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോസ് ചെയ്യുക, നോട്ട് എഴുതിയെടുക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഡയമെൻഷനെ കുറിച്ചാണ്. എന്താണ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ദ powers to which the base quantities are raised to represent that quantity. That is a dimension. അതുപോലെ കോൺസ്റ്റൻറ്റ്, ആംഗുലർ, ട്രിഗ്നോമെട്രിക് റേഷ്യോസ്, നമ്പേഴ്സ് ഇതിനൊന്നും ഡയമെൻഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ കുറച്ച് ക്വാണ്ടിറ്റീസിൻ്റെ ഒക്കെ ഡയമെൻഷൻ നമ്മൾ പഠിച്ചു. അപ്പോൾ അത് കുറച്ച് ആ ബോർഡിൽ കാണിച്ചിരുന്ന അത്രയും ക്വാണ്ടിറ്റീസിൻ്റെങ്കിലും നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ അറിയില്ല എന്നുണ്ടെങ്കിൽ ഡിറൈവ് ചെയ്യാനും അതായത് ആ ഡയമെൻഷൻ കണ്ടുപിടിക്കാനും പഠിച്ചിരിക്കുക. അപ്പം നമുക്ക് അറിയാവുന്ന കുറച്ച് ഇക്വേഷൻ്റെ ഒക്കെ ഒന്ന് പഠിച്ചിട്ടുള്ള ഇക്വേഷനൊക്കെ ഒന്ന് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡയമെൻഷൻ അനാലിസിസിൻ്റെ ആപ്ലിക്കേഷനാണ്, യൂസസിനെ കുറിച്ചാണ്. നമ്മൾ രണ്ട് യൂസസ് കണ്ടു. ഏതൊക്കെയാണ്? ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ, അതുപോലെ തന്നെ ടു ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പം നിങ്ങൾക്കിത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത് നല്ലോണം ക്ലിയർ ആക്കി വെക്കുക. എഴുതി തന്നെ പഠിക്കണം. അപ്പം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്